ഏത് റയൽ? റയലൊക്കെ തീർന്നു. അല്ല, കാറ്റലോണിയൻ പട തീർത്തു. റയലിനെ കൊന്നുകൂട്ടി ഒഴുകിയൊലിക്കുന്ന രക്തം കണ്ട് ഫ്ലിക്കും പടയാളികളും ഒരു കൊലച്ചിരി ചിരിച്ചു കാണണം. ഹേ കുർട്ടോയിസ്, ഫൈനലുകളുടെ അധപതനത്തിന് കണക്ക് ചോദിക്കണമെന്നുണ്ടാകും. തൽക്കാലം മനസ്സിലിരിക്കട്ടെ. ആ മോഹങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ നിദ്രയിലേക്ക് കണ്ടുപോകുമ്പോൾ ബാർസയെ അനിശ്ചലരാക്കുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാം. ഈ ബാർസയെ പിടിച്ചുകെട്ടാൻ നിങ്ങൾ ഇത്തിരി കുളിക്കും. പ്രസ് കോൺഫറൻസിന് മുന്നിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലും ഉത്തരം ഉന്നയിക്കാം. അത് നിങ്ങളിലെ കാര്യസ്ഥിതികളെ ഗ്രഹിച്ചെടുക്കാനാണ് അവർ ചോദ്യമുയർത്തുന്നത്. പക്ഷേ കാലം എത്ര സംസാരിച്ചാലും കണക്കുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ കണക്കുകളോട് ഓരോ റയൽ മാഡ്രിഡ് ആരാധകനും നീറുന്ന പകയുണ്ടെന്നറിയാം. വിധിയെ പഴി പറഞ്ഞിട്ട് എന്തു കാര്യം? കഴിഞ്ഞ സീസണിൽ ഇതേ സൗദിയിൽ നിന്ന് തന്നെ 5-2 എണ്ണം പറഞ്ഞ ഗോളുകൾക്ക് ആഞ്ചലോട്ടി നയിച്ച റയലിനെ തുടച്ചെടുത്തു. അവിടെ അവസാനിച്ചില്ല. കോപ്പ ഡെൽട്രയിലും ഈ കർമ്മം അതേ സ്ഥിതിക്ക് ഫ്ലിക്കും ബാർസയും പണിതെടുത്തു. 3-2 ജയം സ്വന്തമാക്കി കോപ്പ ഡെൽട്ര കിരീടവും റയലിനെ തകർത്തെറിഞ്ഞ് ബാർസ സ്വന്തമാക്കുന്നു. ലാലിഗയിലും റയൽ മാഡ്രിഡിനെ പിന്തള്ളിക്കൊണ്ട് ലീഗ് ടൈറ്റിൽ ബാർസലോണ സ്വന്തമാക്കി. ആ സീസണിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ റയലിന് ഒരു മത്സരം പോലും വിജയിക്കാനായില്ല. ബാർസയോട് ഏറ്റുമുട്ടിയ 4 മത്സരങ്ങളിലും പരാജയം മാത്രമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ 4 മത്സരങ്ങൾക്ക് ആശ്വാസമെന്നോണം 2025-26 സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും കണക്കുകൾ അവസാനിക്കുന്നില്ല. ക്യാമ്പിനോവിന്റെ പച്ചപ്പുല്ലിൽ കാലത്തിന്റെ പാദചിഹ്നങ്ങൾ ഇപ്പോഴും മാഴാതെ നിൽക്കുന്നുണ്ട്. ക്രൈഫിന്റെ സ്വപ്നവും ഗാർഡിയോളയുടെ തന്ത്രങ്ങളും മെസ്സിയുടെ മൗനവിസ്മയവും ചേർന്ന് എഴുതപ്പെട്ട ബാർസയുടെ മഹാകാവ്യത്തിന് ഇനി പുതിയൊരു അധ്യായമാണ്. ഹാൻസി ഫ്ലിക്കിന്റെ ബാർസലോണ ആ കാവ്യത്തിൽ ഇടവേളയല്ല, മറിച്ച് പുതുമയുടെ പുനരാരംഭം തന്നെയാണ്. പന്തിനോടുള്ള പ്രണയം കൈവിടാതെ വേഗത്തിനും ശക്തിക്കും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഈ ബാർസ ലാമാസിയയിലെ യുവതാരങ്ങളെ ഭാവിയുടെ പ്രതീകങ്ങളാക്കി ഉയർത്തുകയാണ്. പരാജയങ്ങളുടെ നിഴലിൽ നിന്നൊരു പുതുയുഗത്തിന്റെ വെളിച്ചം മിന്നുകയാണ്. ഇത് വെറും ഒരു കളിശൈലിയല്ല, ഇതൊരു തിരിച്ചുവരവാണ്, ഒരു ഒന്നൊന്നര തിരിച്ചുവരവ്. വിസ്ക ബാർസ, ഫോർസ ബാർസ എന്ന വാക്കുകൾ വീണ്ടും ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. പ്രതീക്ഷയെ തന്നെ ഒരു ടാക്റ്റിക്കാക്കി മാറ്റുന്ന, ചരിത്രത്തെ ആദരിച്ച് ഭാവിയിലേക്ക് നടന്നു പോകുന്ന ഫ്ലിക്കിന്റെ ബാർസലോണ. മെസ്സിയും റൊണാൾഡോയും മരങ്ങു തീർത്ത സുവർണ കാലഘട്ടങ്ങൾക്ക് ശേഷം ദുഷ്കരം നിറഞ്ഞ ഓരോ അധ്യായങ്ങളും റയൽ മാഡ്രിഡ് എഴുതി തുടങ്ങുന്നു. പതിമടങ്ങോടെ അതേ പ്രാപ്തിയിൽ ബാർസലോണയും കുറിച്ചിടുന്നു. പ്രാചീന കാലഘട്ടത്തിൽ തമ്മിൽ തല്ലി രക്തമൊഴുക്കിയ റയലിന്റെയും ബാർസയുടെയും കഥകളിൽ പന്തുകൊണ്ട് പരസ്പരം ദ്വന്ദ്വയുദ്ധം നടത്തുന്നു. ഉയർന്ന പ്രസ്സിങ്ങും വേഗത്തിലുള്ള മാറ്റങ്ങളും ആദരമാക്കിയ ഫ്ലിക്കിന്റെ ഫുട്ബോൾ തത്വചിന്ത ബാർസയുടെ പരമ്പരാഗത പാസിംഗ് കളിയുമായി ചേർന്ന് പുതിയൊരു ഊർജം നൽകുകയാണ്. യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ശാസ്ത്രീയമായ ഫിറ്റ്നസ് സമീപനവും കൃത്യമായ ടാക്ടിക്കൽ അച്ചടക്കവും ഫ്ലിക്ക് മുന്നോട്ട് വെക്കുന്നു. ആക്രമണത്തിൽ തീവ്രതയും പ്രതിരോധത്തിൽ സംഘാടിതമായ നീക്കങ്ങളും ഒരേപോലെ ആവശ്യപ്പെടുന്ന ഈ സമീപനം ആരാധകർക്ക് പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു ബാർസയെ രൂപപ്പെടുത്തുകയാണ്. സാവിക്ക് പിന്നാലെ ബാർസയുടെ മേൽ തന്ത്രങ്ങൾ പണിയാൻ 2024 മെയ് 29 ഫ്ലിക്ക് ബാർസയിലെത്തുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബാർസലോണ ഒരു പുതുജന്മം കൈവരിച്ചു എന്ന് പറയാം. ശിഥിലമായ ആത്മവിശ്വാസവും കളിശൈലിയും ശാസനയും താളവും നിറഞ്ഞ ഒരു സംഘമായി മാറി. യുവത്വത്തിന്റെ ഊർജവും പരിചയസമ്പത്തിന്റെ ശാന്തതയും ചേർന്ന് പന്തിന്മേലുള്ള നിയന്ത്രണവും മുന്നേറ്റത്തിലെ തീക്ഷ്ണതയും ഫ്ലിക്ക് ബാർസയുടെ മുഖമുദ്രയാക്കി. ആഭ്യന്തര മത്സരങ്ങളിൽ കിരീടങ്ങൾ വീണ്ടും വീണ്ടും ക്യാമ്പിനോവിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വിജയങ്ങൾക്കൊപ്പം തന്നെ ബാർസ വീണ്ടും പഴയ ബാർസയായിരിക്കുന്നു. അത് കണക്കുകളിലല്ല, കളിയുടെ സൗന്ദര്യത്തിലായിരുന്നു. ഫ്ലിക്കിന്റെ ഏറ്റവും വലിയ നേട്ടം 2024-25 സീസണിൽ ഡൊമസ്റ്റിക് ട്രെബിൾ നേടിയതാണ്. ലാലിഗയും കോപ്പ ഡെൽട്രയും സൂപ്പർ കോപ്പ ഡി എസ്പാനയും കാറ്റലോണിയുടെ ഷെൽഫിലേക്ക് ഒഴുകിയെത്തുന്നു. ഇന്നയാൾക്ക് കീഴിൽ ഇത്തവണയും സൗദിയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങിയപ്പോൾ ലക്ഷ്യം തെറ്റിയില്ല. വീണ്ടും ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാന കൂടി സ്വന്തമാക്കുകയാണ്. അയാളുടെ ചുണക്കുട്ടികൾ അത്രയും തീക്ഷ്ണതയോടെ എതിരാളികൾക്ക് വീണ്ടും ഒരു ക്ഷണക്കത്തയക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ നേരിടാം. എതിരിടാൻ വരുമ്പോൾ അന്ത്യവിശ്രമത്തിനായി കുഴിമാടമൊഴുക്കാനുള്ള ആയുധങ്ങളെല്ലാം കയ്യിൽ കരുതുക. അതെ, ഈ മത്സരത്തിൽ ബാർസലോണ മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത്. കോൺഫിഡൻസോടെയും കൺട്രോളോടെയും കളിച്ച ബാർസലോണ അർഹിച്ച വിജയം തന്നെയാണിത്. ബോൾ മൂവ്മെന്റ് ഒക്കെ പെട്ടെന്നായിരുന്നു.
റയലിനേക്കാൾ അവസരങ്ങളുണ്ടാക്കി. കുറെ പേർ ഡിഫൻസിനെ വിമർശിക്കുമ്പോഴും റയലിന്റെ നിലവിലെ പ്രശ്നം മിഡ്ഫീൽഡ് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട കളിയാണിത്. ബോൾ ഹോൾഡ് ചെയ്തു വെക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്തതാവട്ടെ കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഗോളിനായി ശ്രമിക്കേണ്ട നേരത്ത്. അപ്പോഴത്തെ കളി കണ്ടപ്പോൾ ഗുള്ളർ വിചാരിച്ചിരുന്നത് റയൽ ലീഡ് ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോകും. റാഫീനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എന്തൊരു ക്വാളിറ്റി പ്ലെയറാണ് അയാൾ. എൽ ക്ലാസിക്കോയിൽ അവസാന 5 കളികളിൽ 7 ഗോളും 2 അസിസ്റ്റുകളും ആണ് അയാൾ നേടിയത്. ദ ബിഗ് ഗെയിം പ്ലെയർ. എല്ലായിടത്തും അവനുണ്ടായിരുന്നു. അറ്റാക്കിലും ഡിഫൻസിലും മിഡ്ഫീൽഡിലും കളി കണ്ടുകൊണ്ടിരുന്നവരുടെ മനസ്സിലുമുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് തലപൊക്കി നടക്കാൻ പറ്റാത്ത ബാർസ ഫാൻസിനെ ഇന്ന് തല ഉയർത്തി ഹേറ്റേഴ്സിന്റെ തലയിൽ കയറി നിറങ്ങാൻ പഠിപ്പിച്ച മുതലാണ് റാഫീഞ്ഞ. ബാർസയെ ഇന്ന് ഈ നിലയിലെത്തിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. വിജയാഘോഷത്തിനിടയിൽ മറക്കരുത് അയാളുടെ പേര്. അതെ, നമ്മുടെ ഫ്ലിക്കാഷാന്റെ പേര്. പറഞ്ഞാലും എത്ര വാഴ്ത്തിപ്പാടിയാലും തീരില്ല. ഈ മനുഷ്യനാണ് ഇന്ന് ഈ മാറ്റത്തിലേക്ക് നയിച്ചത്.